ഓക്കെ, നെക്സ്റ്റ് നമ്മളൊരു അസിൻക്രണസ് കൗണ്ടേഴ്സ് ഡിസൈൻ ചെയ്യുന്ന ഒരു 2-bit അസിൻക്രണസ് കൗണ്ടേഴ്സ്. 2-bit അസിൻക്രണസ് കൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്സ് യൂസ് ചെയ്യും. എ എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പും ബി എന്ന് പറയുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പും. അപ്പോൾ എ ബി രണ്ട് ബിറ്റുകളാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കുള്ള കോമ്പിനേഷൻ 00, 01, 10, 11. ഇതിനെ നമ്മൾ ഡെസിമലിൽ എഴുതുകയാണെങ്കിൽ 0, 1, 2, 3. ഓക്കെ, അപ്പോൾ 2 ബിറ്റ് വെച്ചിട്ട് നമുക്ക് 0 to 3 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. 4 കൗണ്ട് അല്ലേ? അപ്പോൾ അതാണ് 2-bit കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 3 വരെ കൗണ്ട് ചെയ്യാം. മൊത്തത്തിൽ 4 കൗണ്ടുകൾ വരുന്നതാണ്. അത് ഏതാ കൗണ്ട്? 00, 01, 10, 11 അങ്ങനെയാണ് നമ്മൾ കൗണ്ട് ചെയ്യുക. സോ 2 ബിറ്റ് ആകുമ്പോഴത്തേക്കും നമ്മളവിടെ യൂസ് ചെയ്യുന്നത് 2 ഫ്ലിപ്പ് ഫ്ലോപ്പാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തേക്കുന്നത് JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടുള്ള ഒരു അസിൻക്രണസ് കൗണ്ടറാണ്. അസിൻക്രണസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒന്നുകിൽ എന്താണ്, ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്യൂ ഔട്ട്പുട്ട് അടുത്തതിൻ്റെ ക്ലോക്കായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ക്യൂ ബാർ ഔട്ട്പുട്ട് ക്ലോക്കായിട്ട് കൊടുക്കുക. അപ്പോൾ 2 രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഇൻപുട്ട് ഈ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവും. അതിനകത്ത് ജെയും കെയും നമ്മൾ ഹൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 1 എന്നാണ് മീനിങ്. അപ്പോൾ ജെയ്ക്കും കെയ്ക്കും 1 വാല്യൂ കൊടുക്കുന്നു. സോ ആ 1 കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ക്യൂ എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. നമ്മൾ ക്ലോക്ക് കൊടുക്കുമ്പോൾ ജെയിലും കെയിലും കൊടുക്കുന്ന 1 എന്ന് പറയുന്നത് നേരെ എവിടേക്ക് വരും? ക്യൂവിലേക്ക് വരും. ആ ക്യൂ വാല്യൂ ആണ് എങ്ങോട്ടേക്ക് പോകുന്നത്? തൊട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്കായിട്ട് പോകുന്നത്. അവിടത്തെയും ജെയും കെയും കൂടി ടൈപ്പ് ചെയ്ത് നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? 1 കൊടുത്തേക്കുവാണ്. അതുപോലെ നമ്മൾ ഔട്ട്പുട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യൂവും Q0യും Q1. Q0 അല്ലെങ്കിൽ QA നമുക്കിഷ്ടമുള്ള, നമ്മൾ എ എന്നാണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് പേര് കൊടുക്കുന്നതെങ്കിൽ QA എന്നും, ബി ആണ് ഫ്ലിപ്പ് ഫ്ലോപ്പിന് പേര് കൊടുക്കുന്നതെങ്കിൽ QB എന്നുമാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുക. ഇതല്ലാതെ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 എന്നാണ് കൊടുക്കുന്നതെങ്കിൽ Q0 എന്നും, അടുത്തതിൻ്റെത് Q1 അങ്ങനെയാണ് ഔട്ട്പുട്ട് വരിക. സോ മറ്റത് Q0 ബാറും Q1 ബാറും. ഓക്കെ, ഒന്നുകിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ QA QB എന്ന് കൊടുക്കുക. അടുത്ത ഔട്ട്പുട്ട് ഏതാണ്? QA ബാർ QB ബാർ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പിന് പേര് കൊടുക്കുന്നതനുസരിച്ച് ചെയ്യാം. ഇവിടെ Q0 Q1 ആണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ഔട്ട്പുട്ടാണ് Q0. Q0 എന്ന് പറയുന്നത് ഫസ്റ്റ് ക്ലോക്ക് കൊടുക്കുമ്പോൾ Q0 നമുക്ക് ആക്റ്റീവ് ആവും. നെഗറ്റീവ് എഡ്ജാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു ക്ലോക്കിൻ്റെ നെഗറ്റീവ് എഡ്ജ് ഏതാണ്? താഴേക്ക് പോകുന്നതാണ് അല്ലേ? ആ ക്ലോക്കിൻ്റെ ഈ പൊസിഷനിൽ ഇവിടെ നിന്ന് താഴേക്ക് വരുന്നത്, ഈ താഴേക്ക് വരുന്ന പൊസിഷനാണ് നെഗറ്റീവ് ക്ലോക്ക് പൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജ് എന്ന് പറയുന്നത്. സോ ആ പൊസിഷനിൽ വരുമ്പോഴാണ് ചേഞ്ച് വരിക. ആദ്യത്തെ കണ്ടീഷനിൽ Q0 എന്ന് പറയുന്നതും Q1 എന്ന് പറയുന്നതും നമ്മൾ 0 എന്ന് അസ്യൂം ചെയ്യുന്നു. ഫസ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ എന്താണ്, ഒരു ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കൂടി ചേരുന്നതാണ് ഒരു ക്ലോക്ക് പൾസ്. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, അങ്ങനെ ചേരുന്നതാണ് ഒരു ക്ലോക്ക് പൾസ്. അപ്പോൾ ഒരു ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നമ്മുടെ Q0 എന്ന് പറയുന്നത് 0-ലായിരുന്നു നേരത്തെ ഇരുന്നത്, ഇപ്പോൾ അത് 1 ആയി. അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് ക്യൂവിലിരിക്കുന്ന ഔട്ട്പുട്ടായ 1 അടുത്തതിൻ്റെ ക്ലോക്ക് പൾസിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ നമ്മുടെ Q0 എന്ന് പറയുന്നത് 1 ആവുകയും ചെയ്യും. അതുപോലെ അത് എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്? രണ്ടാമത്തെ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ക്ലോക്ക് പൾസിൽ. ദെൻ നമ്മളൊരു ക്ലോക്ക് പൾസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ഇവിടെ 0 ആണ്, ഇവിടെ 0 ആകും. പിന്നെ അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ 0 ആയി. 1-1 കണ്ടീഷനിൽ ടോഗിൾ ചെയ്യുന്ന കണ്ടീഷനാണ്. ആദ്യം 1 കൊടുത്തു, വീണ്ടും ഒരു ക്ലോക്ക് പൾസ് കൊടുത്തപ്പോൾ അത് 0 ആയി. പക്ഷേ നമ്മുടെ ഈ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ക്ലോക്ക് പൾസ് 1 ആണ്. സോ ആക്റ്റീവായി. ആക്റ്റീവ് ആകുമ്പോൾ Q1 എന്ന് പറയുന്നത് 1 ആവും. സോ ഈ കേസിൽ നമ്മുടെ ഫസ്റ്റ് Q0 1-ലേക്ക് പോയി ഒരു ക്ലോക്ക് പൾസിൽ. ആ സമയം എല്ലാം നമ്മുടെ Q1 എന്തായിരുന്നു? 0 ആയിരുന്നു. ഇവിടെ നമ്മൾ ഇത് 0 ആയി, ഇത് 1 ആയി. ക്ലോക്ക് പൾസ് 1 ആയ സമയത്ത് ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവായി. ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആകുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 0-ൽ നിന്ന് 1-ലേക്ക് പോകും. അത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? നമ്മുടെ Q0-യെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ Q0-ൽ ഒരു ക്ലോക്ക് പൾസ് കംപ്ലീറ്റ് ആവുന്നത് വരെ അത് 1 ആയിരിക്കും. ദെൻ വീണ്ടും 0, അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെയാണ് നമ്മൾ 00, 01, 10, 11 എന്ന് പറയുന്ന കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് 2-bit അസിൻക്രണസ് കൗണ്ടർ. 2-bit എന്ന് പറയുമ്പോൾ 2
ഫ്ലിപ്പ് ഫ്ലോപ്പ് ജെ കെ ഇൻപുട്ട്സ് നമ്മൾ ജെയും കെയും എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ജെയും കെയും ഹൈലൈറ്റ് ചെയ്തു. ദെൻ ക്യൂ എന്ന് പറയുന്നത് Q0 Q1 മൂന്നാമത്തതുണ്ടെങ്കിൽ Q2 ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ദെൻ 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടേഴ്സ് നേരത്തെ ചെയ്തതുപോലെ 3 ഫ്ലിപ്പ് ഫ്ലോപ്പ് യൂസ് ചെയ്തു. എന്താണ് നമ്മൾ കറസ്പോണ്ടിങ് നമ്മുടെ ഹൈ എന്ന് പറയുന്നത് ജെയും കെയും എല്ലാം കൂടി എല്ലാത്തിൻ്റെയും ജെയും കെയും ടൈ ചെയ്ത് 1 എന്ന് പറയുന്നത് കൊടുത്തു. ദെൻ Q0 Q1 Q2 എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. Q0 ബാർ Q1 ബാർ എന്ന് പറയുന്നത് നമ്മുടെ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെയും ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ്. ആ ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് നമ്മൾ എവിടേക്ക് കൊടുക്കുന്നത്, കറസ്പോണ്ടിങ് നമ്മുടെ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ ടോഗിൾ കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ക്യൂ ബാർ കൊടുത്തിരിക്കുന്നത്, അത് ശ്രദ്ധിച്ചാൽ അറിയാം, ക്യൂ ബാർ ആണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എന്തില്ല, നമ്മുടെ ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് എഡ്ജ് ട്രിഗറിങ് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചു. ഓക്കെ, റിപ്പിൾ കൗണ്ടർ നമ്മുടെ അസിൻക്രണസ് കൗണ്ടേഴ്സിനെയാണ് നമ്മൾ റിപ്പിൾ കൗണ്ടേഴ്സ്, അതായത് 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ ആയാലും 4 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ ആയാലും 2 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ ആയാലും ഇത് എല്ലാത്തിൻ്റെയും പേര് റിപ്പിൾ കൗണ്ടേഴ്സാണ്. അപ്പോൾ 2 ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താണ് 2 ബിറ്റ് അസിൻക്രണസ്, 3 ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് അസിൻക്രണസ്, 4 ബിറ്റ് റിപ്പിൾ കൗണ്ടർ എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് അസിൻക്രണസ്. അങ്ങനെയാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ അസിൻക്രണസ് കൗണ്ടേഴ്സിൻ്റെ വേറൊരു പേരാണ് റിപ്പിൾ കൗണ്ടർ. ചിലപ്പോൾ എക്സാമിന് അങ്ങനെയായിരിക്കും ചോദിക്കുക, 3 ബിറ്റ് റിപ്പിൾ കൗണ്ടർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമ്മൾ 3 ബിറ്റ് റിപ്പിൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയണം, 3 ബിറ്റ് അസിൻക്രണസ്. അപ്പോൾ 3 ബിറ്റ് അസിൻക്രണസ് കൗണ്ടർ വേണം വരച്ചു വെക്കാൻ. ഓക്കെ, ദെൻ നമ്മുടെ അസിൻക്രണസ് അപ്പ് കൗണ്ടർ യൂസിങ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പ് കൗണ്ടർ 3 ബിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് വാല്യൂസ് വരുന്നത്, 0 എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റേറ്റ്, 0യിൽ നിന്ന് 1, ദെൻ 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, ദെൻ 3ൽ നിന്ന് 4, ദെൻ 5, ദെൻ 6, ദെൻ 7, 7ൽ നിന്ന് 0. ഓക്കെ, ആദ്യത്തെ സ്റ്റേറ്റ് 0, 0യിൽ നിന്ന് 1ലേക്ക് പോവുക, 1ൽ നിന്ന് 2, 2ൽ നിന്ന് 3, 3ൽ നിന്ന് 4, 4ൽ നിന്ന് 5, 5ൽ നിന്ന് 6, 6ൽ നിന്ന് 7. നമുക്ക് 3 ബിറ്റ് കൊണ്ട് മാക്സിമം 8 കോമ്പിനേഷൻസാണ് എഴുതാൻ പറ്റുന്നത്. സോ 0 to 7 ആയപ്പോൾ 8 കൗണ്ടായി. ദെൻ വീണ്ടും റീസെറ്റ് ചെയ്ത് 0യിലേക്ക് പോകണം. 0, 1, 2, 3 അത് എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. അപ്പോൾ 0, 1, 2, 3, 4, 5, 6, 7 എഗെയിൻ 0, 1, 2, 3, 4, 5, 6, 7 നമ്മൾ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് ലൂപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് അപ്പ് കൗണ്ടർ എന്ന് പറയുന്നത്. ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെയാണ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെന്നും ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യുന്നതെന്നും നമുക്കറിയാം. എങ്ങനെ നമ്മൾ ജെ കെ ടി ആക്കുമെന്നും നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ടി ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറയുന്നത് ജെ കെ ടൈ ചെയ്ത് ടി ആയിട്ട് ഡയറക്റ്റ് കൊടുത്തു. അപ്പോൾ ടി എന്ന് പറയുന്ന ഒരു ഇൻപുട്ടേ ഉള്ളൂ. അവിടെ എല്ലാ ടിക്കും നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ ഒരു ക്ലോക്ക് പൾസ് കൊടുത്തിട്ടുണ്ട്. അടുത്തതിൻ്റെ ക്ലോക്ക് പൾസ് എന്ന് പറയുന്നത് ക്യൂ ബാർ ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ക്യൂ ബാർ ഔട്ട്പുട്ട് ആയതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എന്ത് കൊടുക്കാത്തത്, ഇങ്ങനെ ഒരു ക്ലോക്ക് സിമ്പിൾ കൊടുക്കാത്തത്. ഓൾറെഡി ഒരു ഇൻവേർട്ടഡ് ഔട്ട്പുട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ക്യൂ ആണ് കൊടുത്തിരുന്നതെങ്കിൽ നമ്മൾ ഒരു ബബിളും ദെൻ ട്രയാങ്കിളും പ്ലേസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് അപ്പ് കൗണ്ടറിൻ്റെത്. അപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ടി ഫ്ലിപ്പ് ഫ്ലോപ്പായ ഇതിനകത്ത് 1 വാല്യൂവും കൊടുത്തു, ക്ലോക്കും കൊടുത്തു. ദെൻ ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ആ 1 എന്ന് പറയുന്ന വാല്യൂ ക്യൂവിലേക്ക് വന്നു. ദെൻ ആ ക്യൂ നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നുണ്ട്. ക്യൂ 1 ആണെങ്കിൽ ക്യൂ ബാർ ഓട്ടോമാറ്റിക് 0 ആയിരിക്കും. സോ ആ 0 ആണ് നമ്മളിതിലേക്ക് പ്ലേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്താവും, ഇവിടെ 0 ആവുകയാണെങ്കിൽ കറസ്പോണ്ടിങ് അടുത്ത കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഇവിടെ 1 ആവും. ഇവിടെ 1 ആവുമ്പോൾ ടി 1 ആയി, ക്ലോക്ക് പൾസ് 1 ആണ്, ക്യൂ എന്ന് പറയുന്നത് 1 ആവും. സോ ആ 1 ആണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ദെൻ ആ 1ൻ്റെത് 0 ആണ്. സോ ഈ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഡീആക്ടിവേറ്റ് ആണ്. അടുത്ത ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോൾ ഇത് 0 ആകും. ആ 0 ആകുമ്പോൾ ക്യൂ ബാർ 1 ആകും. ആ 1 ആണ് നമ്മൾ അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിന് ആക്റ്റീവ് ആവുന്നത്. സോ അത് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് വർക്ക് ചെയ്യും. ഇത് കറസ്പോണ്ടിങ് നമുക്ക് Q2 എന്ന് പറയുന്ന ഔട്ട്പുട്ട് കിട്ടുന്നുണ്ടാവും. സോ ഇനിഷ്യലി നമ്മളെല്ലാം 0 എന്ന് അസ്യൂം ചെയ്യും.
ഫസ്റ്റ് ഒരു 1 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആക്റ്റീവ് ആവും. അതിൻ്റെ ഔട്ട്പുട്ട് അടുത്ത ഫ്ലിപ്പ് ഫ്ലോപ്പിലേക്ക് വരണമെങ്കിൽ ഒരു ക്ലോക്ക് പൾസും കൂടി അപ്ലൈ ചെയ്യണം. സോ അതേപോലെ നമ്മൾ ഓരോ ക്ലോക്ക് പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക. ഓക്കെ. ദെൻ ടി ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ പ്രീവിയസ് സ്റ്റേറ്റ് എങ്ങനെയാണോ അതനുസരിച്ച് അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആ ഫ്ലിപ്പ് ഫ്ലോപ്പ് കൺവേർഷൻ എന്ന് പറയുന്നതിനകത്ത് പഠിച്ചതാണ്. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ അസിങ്ക്രണസ് അപ്പ് കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. ദ നെക്സ്റ്റ് അസിങ്ക്രണസ് ഡൗൺ കൗണ്ടർ. ഡൗൺ കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമ്മൾ അപ്പ് കൗണ്ടർ 0, 1, 2, 3, 4, 5, 6, 7 വീണ്ടും അഗെയിൻ 0. ഇവിടെ നമ്മൾ ചെയ്യുന്നത് 7 ഫസ്റ്റ് സ്റ്റേജ്, ദെൻ 6, 5, 4, 3, 2, 1, 0 അഗെയിൻ 7. താഴേക്ക് നമ്മുടെ ഡിസെൻഡിങ് ഓർഡറിൽ വരിക. അതാണ് ഡൗൺ കൗണ്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ആദ്യം 7 വരണം, ദെൻ 6, ദെൻ 5, ദെൻ 4, ആ രീതിയിൽ കുറഞ്ഞു വരണം. സോ അതിന് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ വരച്ച പോസിറ്റീവ് എഡ്ജ് ട്രിഗറിങ് തന്നെ പോസിറ്റീവ് എഡ്ജിങ്ങിൽ അല്ലെങ്കിൽ നെഗറ്റീവ് എഡ്ജിൻ്റെ പോസിറ്റീവ് എഡ്ജിൽ എന്ത് ചെയ്യുന്നു? ക്യൂ ഔട്ട്പുട്ട് ഇത് ക്ലോക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ക്യൂ എന്താണോ ആ സമയത്ത് എന്താണ്? ക്യൂ 1 ആവുമ്പോൾ ഇതും ആക്റ്റീവ് ആവും, ഇതിൻ്റെത് ക്യൂ 1 ആവുമ്പോൾ ഇതും ആക്റ്റീവ് ആവും. സോ 3ലും 1 വരിക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 7. ഓക്കെ. നെക്സ്റ്റ് ക്ലോക്ക് പൾസ് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ പ്രീവിയസ് 1 ആയിരുന്നു, ഇപ്പോൾ നമ്മൾ കൊടുത്ത ക്ലോക്ക് പൾസ് അനുസരിച്ച് ഇവിടെ 0 വാല്യൂ വരും, ഇവിടെ 1 വരും. ദെൻ കറസ്പോണ്ടിങ് ആ 1 നമ്മൾ ഈ പൊസിഷനിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇവിടെ ഓട്ടോമാറ്റിക് നമുക്ക് 1 ആയിരുന്നു. ദെൻ നമ്മൾ ഒരു ക്ലോക്ക് പൾസ് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് വരാത്തത് കൊണ്ട് ഇതെന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ 0 ആകുമ്പോൾ 1, 1, 0 എന്ന് പറയുന്ന കണ്ടീഷൻ. ദെൻ നെക്സ്റ്റ് അടുത്ത ക്ലോക്ക് പൾസ് ഈ 0യാണ് നമുക്ക് സർക്കുലേറ്റ് ചെയ്ത് പോവുക. സോ 0 കൊടുക്കുമ്പോൾ വീണ്ടും എന്ത് വരും? ഇത് ഓൾറെഡി ഇതിൽ 1 ആയിരുന്നു, ബട്ട് നമ്മുടെ ഔട്ട്പുട്ട് 1 ആണ്. ദെൻ ഈ 1 ഇങ്ങോട്ട് പോകുന്നു, ഇവിടെ 1 ആയിരുന്നു, അത് 0 ആയി. ദെൻ വീണ്ടും ഇത് എന്താവും? 1 ആവും. സോ ആ രീതിയിലാണ് സർക്കുലേറ്റ് ചെയ്ത് പോകും. ഓക്കെ. അപ്പോൾ അതാണ് ഡൗൺ കൗണ്ടർ. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ മെയിൻ സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്താണ് ഇതിൻ്റെ ഡിസൈൻ മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെയാണ് സർക്യൂട്ട് എന്നുള്ള രീതിക്ക് നമ്മൾ പഠിച്ചു പോകുന്നു. സിങ്ക്രണസ് കൗണ്ടേഴ്സ് വരുമ്പോൾ കറക്റ്റായിട്ട് പ്രസൻറ്റ് സ്റ്റേറ്റ് ഇതാണ്, നെക്സ്റ്റ് സ്റ്റേറ്റ് ഇതാണ്, ജെ ഇതാണ്, കെ ഇതാണ് എന്നുള്ളത് വെച്ചിട്ട് ജെയ്ക്കും കെയ്ക്കും ഒക്കെ കെ മാപ്പ് യൂസ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് സർക്യൂട്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് സർക്യൂട്ടാണ് അസിങ്ക്രണസിനകത്ത് വരയ്ക്കുന്നത്. ഡിസൈൻ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് സർക്യൂട്ട് ഇതാണ് എന്നുള്ള രീതിക്ക് പോകും. സർക്യൂട്ട് ഡിസൈൻ വരുന്നത് സിങ്ക്രണസ് കൗണ്ടേഴ്സിനകത്താണ് നമ്മൾ മെയിനായിട്ട് സർക്യൂട്ട് ഡിസൈൻ പറയും. ഓക്കെ. ദാറ്റ് ഈസ് അസിങ്ക്രണസ്. ദെൻ മോഡ് 6 ഓർ ഡിവൈഡ് ബൈ 6 അസിങ്ക്രണസ് കൗണ്ടർ. മോഡ് 6 എന്ന് പറഞ്ഞാൽ നമ്മൾ മോഡ് പഠിച്ചതാണ്. മോഡ് എന്താണെന്നുള്ളത്, മോഡ് 6 കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to 5 വരെ കൗണ്ട് ചെയ്യുക. ദാറ്റ് ഈസ് 6. കൗണ്ടിൻ്റെ എണ്ണം 6. അപ്പോൾ ആദ്യം 0, ദെൻ 1ലേക്ക് പോകണം, ദെൻ 2ലേക്ക് പോകണം, 2 കണ്ടു കഴിഞ്ഞാൽ 3ലേക്ക് പോകണം, 3 കണ്ടു കഴിഞ്ഞാൽ 4ലേക്ക് പോകണം, 4 ആണെങ്കിൽ 5, 5 ആണെങ്കിൽ 6, 6 ആണെങ്കിൽ അഗെയിൻ 0. സോ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൗണ്ടറാണ് മോഡ് 6 കൗണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ. സോ മോഡ് 6 എന്ന് പറയുമ്പോൾ 1, 1, 0 വരുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കണ്ടിന്യൂസ് നമ്മുടെ ഫസ്റ്റ് ഈ 1, 1, 0 വരുമ്പോൾ വീണ്ടും അതിനെ 0, 0, 0യിലേക്ക് കൊണ്ടുവരണം. അതായത് ഈ 1, 1നെ എന്ത് ചെയ്യണം? 0 ആക്കണം. സോ ആ 1, 1നെ 0 ആക്കുക. നമ്മൾ സാധാരണ 1, 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് LSB ആൻഡ് ദിസ് ഈസ് MSB അല്ലേ? അപ്പോൾ LSB MSBയും ഉണ്ട്. നമ്മുടെ ആദ്യത്തെ ചേഞ്ച് വരുന്നത് എവിടെയാണ്? LSBക്കകത്താണ്. സോ QA എന്ന് പറയുന്നതാണ് LSB, ദെൻ QB, ദെൻ QC. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ട് ഇവിടെ Q എഴുതി ഇവിടെ QA എഴുതിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ QA LSB ആയിട്ടാണ് വരുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന എല്ലാം QAക്കകത്താണ് ആദ്യം എഫക്റ്റ് ആവുന്നത്. ആദ്യം ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ 2 ബിറ്റ് റെപ്രസെൻറ്റേഷൻ എഴുതിയാൽ തന്നെയും എന്താണ്
2 ബിറ്റ് അല്ലെങ്കിൽ 3 ബിറ്റ് എങ്ങനെ എഴുതിയാലും 0 0 0 0 0 1 0 1 0 0 1 1, അതായത് LSBയിൽ നിന്നാണ് ചേഞ്ച് ചെയ്ത് അകത്തേക്ക് MSBയിലേക്ക് വരുന്നത്. സോ ഫസ്റ്റ് നമ്മൾ ക്ലോക്ക് കൊടുക്കുന്നത് എ ഫ്ലിപ്പ് ഫ്ലോപ്പിനായതുകൊണ്ട് എ എന്ന് പറയുന്നത് FFA ഫ്ലിപ്പ് ഫ്ലോപ്പ് എ എന്ന് പറയുന്നതിനായതുകൊണ്ട് എ എന്ന് പറയുന്നത് നമ്മൾ LSB ആയിട്ട് എടുക്കും. അപ്പോൾ എ ഫ്ലിപ്പ് ഫ്ലോപ്പ് പ്ലസ് LSB ആൻഡ് ബി ഈസ് ദ മിഡിൽ വൺ ആൻഡ് സി ഈസ് ദ MSB. ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 110 ഈ വണ്ണുകൾ എന്താവണം, 0 ആയിട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എപ്പോൾ ഇവിടെ 2 സ്ഥലത്ത് 1 വരുന്നു ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, 0 0 0 ആക്കണം. അതായത് 6 കഴിഞ്ഞ് നേരെ ഇതിലേക്ക് പോകേണ്ടത് 0യിലേക്ക്. അപ്പോൾ 6 എന്ന് പറയുന്നത് QB QC എന്താവണം, QB QC എന്ന് പറയുന്നത് 1 ആവുന്ന കണ്ടീഷനിൽ നമ്മൾ തിരിച്ച് റീസെറ്റ് ചെയ്ത് വരണം. സോ അതാണ് അവിടെ കാണിച്ചേക്കുന്നത്. നമ്മുടെ QCയും QBയും എടുത്തു, അതിൻ്റെ ഔട്ട്പുട്ട് ഒരു ആൻഡ് ഗേറ്റിൽ കണക്ട് ചെയ്തു. ദെൻ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് റീസെറ്റ് നമ്മൾ ഓരോ ഫ്ലിപ്പ് ഫ്ലോപ്പിനും റീസെറ്റ് ക്ലിയർ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ റീസെറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫ്ലിപ്പ് ഫ്ലോപ്പിനെയും 0 ആക്കുക. അപ്പോൾ 110 എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് QA ആണ്, ഇത് QB ആണ്, ഇത് QC ആണ്. അപ്പോൾ QBയും QCയും 1 ആവുന്ന കണ്ടീഷനിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് 1 ആകുമ്പോൾ, ഇത് 2 1 ആകുമ്പോഴല്ലേ ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് 1 ആവുള്ളൂ. സോ ആ ടൈമിൽ എന്ത് ചെയ്യാം, നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് 0 0 0 ആക്കുക. അപ്പോൾ ആ 0 0 0യ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലിപ്പ് ഫ്ലോപ്പിൻ്റെ റീസെറ്റ് എന്ന് പറയുന്നൊരു പിന്നുണ്ട്, ആ റീസെറ്റ് എന്ന് പറയുന്ന പിന്നിലേക്ക് കണക്ട് ചെയ്യും. ദെൻ വീണ്ടും 0 0 0യിൽ നിൽക്കുമ്പം അടുത്തത് 1ലേക്ക് പോകും. ദെൻ അടുത്തത് 2, വീണ്ടും 3 4 5 6. എപ്പോൾ 6 കാണുന്നു, QBയും QCയും 1 ആവുന്നു, ആ സമയത്ത് ആൻഡ് ഗേറ്റ് വഴി കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതെന്താവും, റീസെറ്റ് ആവും, 0 0 0 ആവും. ഓക്കെ, അപ്പോൾ അതാണ് മോഡ് 6 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 6 അസിൻക്രണസ് കൗണ്ടേഴ്സ്.